മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ച് സ്വപ്ന സുരേഷ്. മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് പച്ചക്കള്ളം. മുഖ്യമന്ത്രിയെ പല തവണ കണ്ടുവെന്ന് സ്വപ്ന സുരേഷ് ന്യൂസ് 18നോട് പറഞ്ഞു. ചാറ്റുകളെല്ലാം സത്യമാണ്. സ്ത്രീകളെ വിൽപ്പനച്ചരക്കാക്കി കണ്ടിരുന്ന ആളാണ് CM രവീന്ദ്രൻ. തനിക്ക് യോഗ്യതയില്ലെന്ന് പറയുന്നവർ CM രവീന്ദ്രന്റെ യോഗ്യത എന്താണെന്ന് കൂടി വ്യക്തമാക്കണമെന്നും സ്വപ്ന സുരേഷ് ആവശ്യപ്പെട്ടു. ഒരു നിയമസഭ എന്ന് പറയുന്ന ഒരു പുണ്യമായ സ്ഥലത്ത് വന്നിരുന്നുകൊണ്ട് ഈ പച്ചക്കള്ളം പറയേണ്ട കാര്യം എന്താണ്? CCTV ദൃശ്യങ്ങൾ പുറത്തുവിടാൻ വേണ്ടി വീണ്ടും ഐ എം ചാലഞ്ചിങ് ദി ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. ശിവശങ്കർ പൂർണ്ണമായ പെർമിഷൻ ഓണറബിൾ ചീഫ് മിനിസ്റ്ററിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതിന് ശേഷം മാത്രമാണ് CM രവീന്ദ്രനുമായിട്ട് they were trying to find out if I can work for Norca. പക്ഷെ അതിന്റെ ഇടയിൽ MA യൂസഫ് അലി വരുമ്പോ അതൊരു ചെറിയ പ്രശ്നമായി മാറും എന്ന് പറഞ്ഞുകൊണ്ട് ആണ് അത് ഒന്ന് മെറ്റീരിയലൈസ് ആവാത്തത്. ഞാൻ പേഴ്സണലി പോയിട്ടുണ്ട്, എത്ര പ്രാവശ്യം പോയിട്ടുണ്ട്. ഓണറബിൾ ചീഫ് മിനിസ്റ്ററിന്റെയും ഭാര്യയുടെയും മകളുടെയും ബിസിനസിന് വേണ്ടി ഗൾഫിൽ വരെ പോയ ഡീറ്റെയിൽസ് ഞാൻ തരാം. എന്തൊക്കെ ബിസിനസ് ഡീലിംഗ്സ് ആണ് ഞാൻ അവർക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്. Let the honorable chief minister deny with proof that he has not seen me. Let him deny with proof that he doesn't know me, and then I will show him. It is honorable chief minister CM രവീന്ദ്രനോട് സംസാരിച്ചു. ഞാൻ honorable chief ministerനെ പോയി കണ്ടു സംസാരിച്ച കാര്യമാണ് CM രവീന്ദ്രനെ അറിയിക്കുന്നത്. ബിക്കോസ് നോർക്കയിൽ CM രവീന്ദ്രന് ഒരു നല്ല ഹോൾഡ് ഉണ്ട്, നല്ലൊരു ഭാഗമുണ്ട്, നല്ലൊരു പാർട്ടിസിപ്പേഷൻ ഉണ്ട്. ശിവശങ്കർ sir also had a discussion with the CEO Norca and many other team members, but then only hitch was Yusuf Ali may not accept. That was the hitch. Face to face they are okay, but they don't like each other in terms of business. CM രവീന്ദ്രന്റെ യോഗ്യതയെ കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? അയാൾ എങ്ങനെ ഇത്രയും കോടീശ്വരനായി? അയാൾക്ക് എന്ത് യോഗ്യത ഇരിക്കുന്നത്? കൗവിന്റെ സ്പെല്ലിംഗ് പോലും നേരെ എഴുതാൻ അറിഞ്ഞൂടാത്ത അദ്ദേഹം how can he work for the government? If he can work for the government, definitely I can work for the government. Why should I exhibit a piece of paper? CM Ravindran is useless. Useless means useless. And he thinks that ladies are commodities. All ladies are not commodities. ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമായിട്ട് നടക്കും എന്നല്ലെങ്കിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ആധികാരികമായിട്ട് നടക്കുമെന്നായിരുന്നാണോ അദ്ദേഹം വിചാരിച്ചത്? വിദ്യാഭ്യാസം ഇല്ലല്ലോ. സ്വപ്ന സുരേഷും M ശിവശങ്കറും തമ്മിലുള്ള ചാറ്റുകൾ പുറത്ത്. സ്വപ്ന സുരേഷിനെ നോർക്കയിലേക്ക് ശുപാർശ ചെയ്യുന്നത് സംബന്ധിച്ച ചാറ്റാണ് പുറത്തുവന്നത്. മുഖ്യമന്ത്രിയോട് ഇക്കാര്യം ശുപാർശ ചെയ്യാമെന്ന് ശിവശങ്കർ ചാറ്റിൽ പറയുന്നു. കോൺസുലേറ്റിലെ ജോലി രാജിവെച്ചപ്പോൾ CM രവീന്ദ്രൻ ഞെട്ടിയെന്നും ചാറ്റിലുണ്ട്. അതിനിടെ രവീന്ദ്രൻ ഈ മാസം 7 ഹാജരാകണം എന്നാവശ്യപ്പെട്ട് ED നോട്ടീസ് നൽകി. വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന ചാറ്റിന്റെ വിശദാംശങ്ങൾ എന്താണ്? ഒപ്പം തന്നെ ഈ വീണ്ടും ഹാജരാകാൻ നോട്ടീസ് നൽകിയിരിക്കുന്നു. എന്താണ് അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ? മനു, കോൺസുലേറ്റിലെ ജോലി രാജിവെച്ചതിന് ശേഷം സ്പേസ് പാർക്കിലേക്ക് സ്വപ്ന സുരേഷിനെ ശുപാർശ ചെയ്തു എന്ന കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. ആ സമയത്ത് തന്നെ സ്വപ്നയ്ക്ക് വേണ്ടി മറ്റിടങ്ങളിലും ജോലിക്ക് വേണ്ടി ശ്രമങ്ങൾ നടന്നിരുന്നു എന്ന് തെളിയിക്കുന്ന ചാറ്റ് സംഭാഷണമാണ് പുറത്തു വന്നിരിക്കുന്നത്. നോർക്കയിൽ സ്വപ്ന സുരേഷിന് ജോലിക്ക് വേണ്ടി ശുപാർശ ചെയ്തിരുന്നു എന്ന് പറയുന്ന ചാറ്റ് സംഭാഷണമാണ് ഇത്. M ശിവശങ്കറും സ്വപ്ന സുരേഷും തമ്മിലാണ് ഈ ചാറ്റ് സംഭാഷണം ഉള്ളത്. അതിൽ M ശിവശങ്കർ വിശദീകരിക്കുന്നുണ്ട്, നോർക്ക CEO ആയ റോബിനുമായും അനിൽ ജോഷിയുമായും ഞാൻ സ്വപ്നയുടെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അവരെ ഞാൻ നേരിൽ കണ്ടിട്ടുണ്ട്. അവർ MBA ക്വാളിഫിക്കേഷനുള്ള ഒരാൾക്ക് വേണ്ടിയാണ് തിരയുന്നത്. പക്ഷേ താങ്കൾക്ക് അത് ഉറപ്പാക്കാം. മുഖ്യമന്ത്രിയോടും താൻ ഇക്കാര്യം സംസാരിക്കാം. മുഖ്യമന്ത്രിക്ക് സ്വപ്ന സുരേഷിന്റെ എല്ലാ ബാക്ക്ഗ്രൗണ്ടുകളും അറിയാവുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി എതിർപ്പ് പറയാൻ സാധ്യതയില്ല എന്നും CM രവീന്ദ്രൻ സ്വപ്ന സുരേഷിനോട് പറയുന്ന ചാറ്റ് സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ ഈ ചാറ്റ് സംഭാഷണങ്ങൾ എല്ലാം തന്നെ NIA-യും കസ്റ്റംസും ചോദ്യം ചെയ്യുമ്പോൾ ഈ ചാറ്റ് സംഭാഷണങ്ങളെല്ലാം തന്നെ ഡിലീറ്റ് ചെയ്തിരുന്നു. അത് ഇപ്പോൾ 2 മാസങ്ങൾക്ക് മുമ്പ് ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റിട്രീവ് ചെയ്ത ചാറ്റ് സംഭാഷണമാണ് ഇത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൈവശം ഈ ചാറ്റ് സംഭാഷണങ്ങൾ എല്ലാം തന്നെ ഉണ്ട്. ഇതിൽ തന്നെ പറയുന്നുണ്ട്, സ്വപ്ന സുരേഷിന് കോൺസുലേറ്റിലെ ജോലി രാജിവെച്ചു എന്ന് പറഞ്ഞപ്പോൾ CM രവീന്ദ്രൻ ഞെട്ടിപ്പോയി എന്ന് M ശിവശങ്കർ പറയുന്നു. M ശിവശങ്കറും CM രവീന്ദ്രനും തമ്മിൽ സ്വപ്ന സുരേഷിനെ കുറിച്ച് സംസാരിക്കാറുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഇത്. അതായത് നേരത്തെ മുതൽ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഒരു ഓഫീസ് ലൈഫ് മിഷൻ കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു എന്നാണ്. ഏതാണ്ട് അത് അനുമാനിക്കാവുന്ന തരത്തിൽ
ഇരുവരും സംസാരിക്കുന്നു. ഈ വിഷയങ്ങൾ ഇരുവർക്കും തമ്മിൽ അറിയാം. ഇവർ പരസ്പരം ഈ കാര്യങ്ങളെല്ലാം തന്നെ സംസാരിക്കാറുണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ചാറ്റ് സംഭാഷണമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ സ്വപ്നയുമായി വ്യക്തിപരമായ വിവരങ്ങൾ പങ്കുവിടുന്ന കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്. ഒപ്പം എം.എ. യൂസഫ് അലിയുടെ കാര്യവും ഇതിൽ സംസാരിക്കുന്നുണ്ട്. സ്വപ്ന സുരേഷിന് നോർക്കയിൽ ജോലി ലഭിച്ചാൽ ധാരാളം സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ കഴിയും. അത് നല്ല അവസരമാണ്. പക്ഷേ തനിക്ക് നോർക്കയിലേക്ക് വരാൻ കഴിയില്ല എന്ന് എം ശിവശങ്കർ പറയുന്നു. അത് എന്തുകൊണ്ടാണ് എന്നാൽ താൻ നോർക്കയിലേക്ക് വരുന്നത് എം.എ. യൂസഫ് അലി ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇദ്ദേഹത്തെ വീണ്ടും ചോദ്യം ചെയ്യാൻ പ്രധാനപ്പെട്ട കാര്യം CM രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചിരിക്കുന്നു. ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ CM രവീന്ദ്രൻ മുന്നിൽ ഈ ചാറ്റുകളായിരിക്കും പ്രധാനമായി ED മുന്നോട്ട് വയ്ക്കുക. കാരണം നേരത്തെ സ്വപ്നയെ CM രവീന്ദ്രൻ അത്ര പരിചയമില്ല എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ ഇപ്പോൾ അത് മാറ്റി പറയേണ്ട ഒരു സാഹചര്യം വരും. ഏതായാലും എന്നത്തേക്കാണ് അദ്ദേഹം വരേണ്ടത്? എന്താണ് അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ? മനു, മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനോട് അടുത്ത 7-ാം തീയതി ഈ മാസം 7-ാം തീയതി ഹാജരാകാനാണ് ED ആവശ്യപ്പെട്ടിരിക്കുന്നത്. അന്ന് രാവിലെ 10 മണിക്ക് കൊച്ചിയിലെ ED ആസ്ഥാനത്ത് ഹാജരാകണം. നിയമസഭാ സമ്മേളനം നടക്കുന്നതിനാൽ തനിക്ക് ഹാജരാകാനാകില്ല എന്നായിരുന്നു കഴിഞ്ഞ ദിവസം CM രവീന്ദ്രൻ മറുപടി നൽകിയത്. എന്നാൽ സഭാ സമ്മേളനം ഇല്ലാത്ത ഒരു ദിവസത്തേക്ക് ഡേറ്റാണ് ഇപ്പോൾ ED നൽകിയിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ തവണത്തേതുപോലെ ഈ ചോദ്യം ചെയ്യൽ നീട്ടിക്കൊണ്ടുപോകാൻ ED ഉദ്ദേശിക്കുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇത് സംബന്ധിച്ച നിയമോപദേശവും EDക്ക് നേരത്തെ ലഭിച്ചിരുന്നു. ഏറ്റവും എളുപ്പത്തിൽ തന്നെ ചോദ്യം ചെയ്യലുകൾ പൂർത്തിയാക്കി നടപടിക്രമങ്ങളിലേക്ക് കടക്കണം എന്നാണ് ED ഉദ്ദേശിക്കുന്നത്. അതിന് ഏറ്റവും ആദ്യം ഒരു സമ്മർദ്ദ തന്ത്രം എന്ന രീതിയിൽ നിയമസഭാ സമ്മേളനം തുടങ്ങുന്ന ദിവസം തന്നെ CM രവീന്ദ്രനെ വിളിച്ചു വരുത്താൻ ED ശ്രമം നടത്തിയിരുന്നെങ്കിലും അത് പാളിപ്പോയിരുന്നു. പക്ഷേ അതിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത്. ഏതായാലും സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാട് കേസിൽ CM രവീന്ദ്രനെ 3 തവണ നോട്ടീസ് അയച്ച ശേഷമാണ് അദ്ദേഹം ഹാജരായത്. ഹൈക്കോടതിയിലേക്ക് ഉൾപ്പെടെ അദ്ദേഹം നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് ഹൈക്കോടതി നിങ്ങൾ ഹാജരാകൂ, അവർ അറസ്റ്റ് ചെയ്യില്ല എന്നൊരു ഉറപ്പ് നൽകിയതിനു ശേഷമാണ് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി EDക്ക് മുമ്പിൽ ഹാജരായത്. ഇനിയും അത്തരം തന്ത്രങ്ങൾ അദ്ദേഹം സ്വീകരിക്കുമോ എന്നാണ് നോക്കിക്കാണേണ്ടത്. അതോ മാർച്ച് 7-ന് അദ്ദേഹം ഹാജരാകുമോ എന്നും ED നോക്കുന്നുണ്ട്. ഏതായാലും ലൈഫ് മിഷൻ കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശക്തമായി തന്നെ അന്വേഷണം തുടരുകയാണ്. PB നൂഹിൽ നിന്ന് ED വിവരങ്ങൾ തേടിയതായാണ് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് PB നൂഹ്. ഈ പ്രവർത്തനങ്ങൾ ലൈഫ് മിഷൻ കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്നാണ് അദ്ദേഹത്തിൽ നിന്ന് ആരാഞ്ഞിരിക്കുന്നത്. നേരത്തെ UV ജോസിന്റെ അടുത്ത് നിന്ന് കരാറുകളും മറ്റും ലഭിക്കാൻ ശ്രമം നടത്തിയിരുന്നുവെങ്കിലും അത് ലഭിച്ചിട്ടില്ല. ലൈഫ് മിഷൻ കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട കരാർ രേഖകൾ EDക്ക് ഇനിയും ലഭിക്കാത്ത സാഹചര്യം കൂടെ നിലനിൽക്കുകയാണ്. മനു, ആ രേഖകൾ കൂടി കണ്ടെടുക്കും എന്നുള്ള ശ്രമങ്ങൾ ഏത് നിലയ്ക്ക് പുരോഗമിക്കുന്നു? ഒപ്പം തന്നെ ഈ കേസിൽ ഇദ്ദേഹം 7-ാം തീയതി ഹാജരാകും എന്ന് അനുമാനിക്കാനാകുമോ സുവി? CM രവീന്ദ്രൻ ഹാജരാകുമോ എന്ന കാര്യത്തിൽ ഒരു അനുമാനത്തിൽ എത്താൻ കഴിയില്ല. പക്ഷേ അദ്ദേഹത്തിന് അധിക ദിവസം ഇത്തരത്തിൽ കള്ളനും പോലീസും തുടർന്നുകൊണ്ട് പോകാൻ കഴിയില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം കടുത്ത നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കും എന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. കാരണം തെളിവുകളുണ്ട്. നേരത്തെ മുൻപ് സ്വർണ്ണക്കടത്ത് കേസിൽ ചോദ്യം ചെയ്തതുപോലെയല്ല, കൂടുതൽ തെളിവുകളുണ്ട്. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, ഈ വാട്സ്ആപ്പ് ചാറ്റുകൾ NIA-യുടെ അന്വേഷണ സമയത്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ വാട്സ്ആപ്പ് ചാറ്റുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റിട്രീവ് ചെയ്തെടുത്തിട്ടുണ്ട്. അതെല്ലാം തന്നെ മുഖ്യ തെളിവുകളാണ് എന്നാണ് ED അവകാശപ്പെടുന്നത്. പക്ഷേ അത് തെളിവുകളാണോ എന്ന് നിശ്ചയിക്കേണ്ടത് കോടതിയാണ്. അത് പിന്നീട് മാത്രമേ വരികയുള്ളൂ. പക്ഷേ തെളിവുകളുണ്ട് എന്ന് അന്വേഷണ സംഘം ഉറപ്പിച്ചു പറയുന്നു. അതുകൊണ്ട് എന്തായാലും ഇനി അദ്ദേഹം അന്ന് ഹാജരായില്ല, ഇനി മറ്റൊരു ദിവസത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ അത് കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കടുത്ത നിലപാടിലേക്ക് ED കടക്കുമോ എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഏതായാലും അധിക ദിവസത്തേക്ക് CM രവീന്ദ്രന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്ന് നമുക്ക് അനുമാനിക്കാം. ഒപ്പം ഈ ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട ബാക്കി രേഖകൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ED നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. ഈ സ്വപ്ന സുരേഷ് ഇടവിട്ട് പറയുന്നത് കൂടുതൽ ചാറ്റുകൾ ഇനിയും പുറത്തു വരാൻ ഇരിക്കുന്നു, മറ്റാളുകളെയും കൂടി ബന്ധപ്പെടുത്തുന്ന ചാറ്റുകൾ പുറത്തു വരും എന്നൊക്കെയാണ്. എന്താണ് ആരൊക്കെ ബന്ധപ്പെടുത്തിയായിരിക്കും ചാറ്റുകൾ വരാൻ എന്ന് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ നമുക്ക് സൂചനകൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? എന്താണ് അത് സംബന്ധിച്ച് EDയിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന EDക്കകത്തുനിന്നുള്ള സോഴ്സുകളിൽ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ?
മനു, സ്വപ്ന സുരേഷ് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഇന്നിപ്പോൾ നമ്മളോട് സംസാരിച്ചത് മുഖ്യമന്ത്രി ഇടപെട്ടു, മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾ ഇടപെട്ടു, ബിസിനസ് കാര്യങ്ങൾക്ക് വേണ്ടി ഇടപെട്ടു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സ്വപ്ന സുരേഷ്. ഞാൻ ഒരു നിമിഷം ഞാൻ സുവിയിലേക്ക് വരാം. ഇപ്പോൾ ശ്രീ രാജ്മോഹൻ എന്നയുടെ മുൻ ഉദ്യോഗസ്ഥൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ രാജ്മോഹൻ, ഇത് ഇപ്പോൾ ശിവശങ്കറിന് കൂടുതൽ കുരുക്കുക മുറുകുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? സ്വപ്നയും ശിവശങ്കറും തമ്മിലുള്ള കൂടുതൽ ചാറ്റുകൾ പുറത്തു വരുന്നു. നേരത്തെ CM രവീന്ദ്രനുമായി ബന്ധപ്പെട്ട ചാറ്റുകൾ വന്നിട്ടുണ്ട്. ഇത് ഇവരുടെയൊക്കെ പരസ്പര ബന്ധത്തെയാണോ ഈ ചാറ്റുകളിലൂടെ ED അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുക? എനിക്ക് തോന്നുന്നത് ഈ വരുന്ന ചാറ്റുകളുടെ അതിന്റെ ഒതന്റിസിറ്റി നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം. ഈ വരുന്ന ചാറ്റുകളൊക്കെ ശരിയാണെങ്കിൽ, അതായത് ഒതന്റിസിറ്റി പ്രൂവ് ചെയ്യേണ്ടത് ED ആണ്. അപ്പം വരുന്ന ചാറ്റുകളിൽ വരുന്ന വിവരങ്ങളൊക്കെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാവും. വളരെ ആശങ്കാജനകമാണ്, ഭയാജനകമാണ്. ആരൊക്കെ കോണ്ടാക്ട് ചെയ്യുന്നതും ഈ അധികാരത്തിന്റെ അടനാഴികളിൽ ആരൊക്കെയാണ് സ്വപ്നയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ചാറ്റിൽ വരുന്നത് വളരെ 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 ആശങ്കയുള്ള ന്യൂസാണ് വരുന്നത്. അപ്പം ഈ വരുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിൽ ഇത് അന്വേഷണം കുറെ കൂടി വിപുലീകരിക്കും, കുറെ കൂടി പുതിയ തലങ്ങളിലേക്ക് നിന്നും. അപ്പം ആരൊക്കെയാണ് പണം കൈപ്പറ്റിയത്, ഈ ലൈഫ് മിഷനെ ബന്ധപ്പെട്ട് ഇപ്പം 5 കോടി രൂപയോളം 4.25 കോടി 5 കോടി രൂപയോളം ഉള്ള ഒരു കാര്യത്തിൽ 1 കോടി മാത്രമേ കണ്ടെടുത്തുള്ളൂ. ബാക്കി എമൗണ്ട് കണ്ടെടുക്കണം. അപ്പൊ ബാക്കി എമൗണ്ട് കണ്ടെടുക്കുമ്പോൾ ആരൊക്കെ കയ്യിൽ കൂടി ആർക്കൊക്കെ മറിഞ്ഞു പോയിരിക്കുന്നൊക്കെ ഇനി അന്വേഷണം മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് ഈ വരുന്ന ചാറ്റുകൾ വളരെ ബാക്കിയുള്ള കേസിലേക്കും കൂടി വെളിച്ചം വീശാൻ തെളിവുകൾ വരുന്ന കാര്യമാണ്. അപ്പൊ ഈ ചാറ്റുകളിൽ നമ്മൾ ഒതന്റിസിറ്റി പരിശോധിച്ച് ശരിയാണെന്ന് കണ്ടാൽ തികച്ചും ഈ കേസ് അന്വേഷണം പുതിയ തലത്തിലേക്ക് വ്യാപിക്കാനും പുതിയ അക്യൂസ്റ്റുകളും നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള അക്യൂസ്റ്റുകളൊക്കെ പുതിയ വരാനും സാധ്യതയുണ്ട് എന്നാണ് തോന്നുന്നത്. ശ്രീ രാജ്മോഹൻ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ CM രവീന്ദ്രൻ കഴിഞ്ഞ തവണ ഹാജരാകാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം അത് നിയമസഭയുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം വന്നില്ല. അതിനെ നമുക്ക് തീർത്തും നിഷ്കളങ്കമായി കാണാൻ കഴിയില്ല. നേരത്തെയും ഇദ്ദേഹം സമാനമായ രീതിയിൽ ED ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോഴൊക്കെ, അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോഴൊക്കെ മാറി നിൽക്കുന്ന ഒരു രീതിയാണ് കണ്ടത്. അദ്ദേഹം അതിപ്പോഴും തുടരുന്നു. അതേസമയം ശിവശങ്കർ ആകട്ടെ EDയോട് ഒരു തരത്തിലും സഹകരിക്കുന്നും ഇല്ല എന്നാണ് മനസ്സിലാകുന്നത്. അത് ഈ അന്വേഷണത്തെ ഏത് തരത്തിൽ ബാധിക്കും? അത് കൂടുതൽ സങ്കീർണമാക്കുമോ? അതോ EDക്ക് ഈ തെളിവുകൾ, ശാസ്ത്രീയമായ തെളിവുകൾ വെച്ചുകൊണ്ട് തന്നെ വളരെ സുഗമമായി ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണോ കരുതേണ്ടത്? അത് രണ്ട് പോർഷൻ ഉണ്ട്. അതായത് ഈ അക്യൂസ്ഡ് ആയ ശിവശങ്കരൻ സഹകരിക്കുന്നില്ല. അപ്പൊ സഹകരിക്കാതിരുന്നാൽ സ്വാഭാവികമായിട്ടും ഈ എൻഫോഴ്സ്മെന്റിന്റെ PMLA ആക്ട് പ്രകാരം സഹകരിക്കുന്നത് തന്നെ ഒരു ഒഫൻസാണ്. അപ്പൊ ആ ഒഫൻസിൽ അദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്ന കാര്യമൊക്കെ സംശയാസ്പദമാവും. പിന്നെ ഈ കേസിൽ രവീന്ദ്രന്റെ റോൾ എന്താണെന്നും ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അഡീഷണൽ PS-ന്റെ റോൾ എന്താണെന്നും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ഒരു സമൻസ് കൊടുത്തു. ആ സമൻസ് പ്രകാരം അദ്ദേഹം ഹാജരായില്ല. ഇനി വീണ്ടും 7-ാം തീയതി ഒരു സമൻസ് കൊടുത്തു എന്നാണ് അറിയുന്നത്. അപ്പൊ അപ്രാവശ്യം കൂടി ഹാജരായിട്ടില്ലെങ്കിൽ ഇനിയൊരു ചാൻസ് കൂടെ കൊടുക്കുമായിരിക്കാം, അറിയില്ല, നിർബന്ധമില്ല. അത് ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറുടെ പ്രയോറിറ്റിയാണ്. അപ്പൊ അദ്ദേഹം അത് ഒരു ചാൻസ് കൂടെ കൊടുത്തിട്ടും വരാതിരുന്നാൽ തീർച്ചയായിട്ടും സെക്ഷൻ 19 ഓഫ് PMLA പ്രകാരം ഈ രവീന്ദ്രൻ എന്ന് പറഞ്ഞ ഈ ക്യാരക്ടർ ഇവൻ അറസ്റ്റ് ചെയ്യാൻ വരെ പറ്റും. കാരണം സെക്ഷൻ 50 ഓഫ് PMLA ആക്ട് പ്രകാരമാണ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഒരു സമ്മൻസ് സർവ് ചെയ്യുന്നത് ടു അപ്പിയർ ബിഫോർ ദ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ. അയാൾ ഈ കേസിന്റെ ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റൻസസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളായതുകൊണ്ടാണ് ശ്രീ രവീന്ദ്രനോട് ഹാജരാവാൻ പറയുന്നത്. അപ്പൊ ഹാജരാവാതിരിക്കുന്നത് വളരെ വളരെ മണ്ടത്തരമാണ്. കാരണം ഈ PMLA ആക്ട് കേസിൽ എന്തായാലും ഈസ് ബൗണ്ട് ടു അപ്പിയർ. അത് സുപ്രീം കോടതിയിൽ പോയ ഹൈക്കോടതി ഹൈക്കോടതി വരെ പറയും ഇയാൾ അപ്പിയർ ചെയ്യാനാ പറയും. കാരണം അതിന് വ്യക്തമായ കേസ് നമുക്ക് ഈ ബഹുമാനപ്പെട്ട ഫോർമർ മഹാരാഷ്ട്ര ഹോം മിനിസ്റ്റർ ദേശ്മുഖ് ഇതേപോലെ പലതവണ ഈ PMLA ആക്ട് പ്രകാരം എൻഫോഴ്സ്മെന്റ് നോട്ടീസ് കൊടുത്ത് ഹാജരാവാതെ അപ്പം അദ്ദേഹം ഹൈക്കോടതി പോയിട്ടും ഹൈക്കോടതി പറഞ്ഞ് ഹാജരാകാൻ പറഞ്ഞു. അങ്ങനെ സെക്ഷൻ 19 പ്രകാരം അന്ന് അറസ്റ്റ് ചെയ്തിട്ടാണ് ഈ ശ്രീ ദേശ്മുഖിനെ ഹാജരാക്കിയതും അദ്ദേഹം 1 കൊല്ലത്തോളം ജയിലിൽ കിടന്നത്. അപ്പൊ ഈ PMLA ആക്ട് പ്രകാരം എൻഫോഴ്സ്മെന്റ് അതോറിറ്റിയുടെ ഒരു സമ്മൻസ് പ്രകാരം ഹാജരാവാതിരിക്കുന്നതും കൂടാതെ ഈ ഏജൻസിയെ പ്രകോപിക്കുന്നതും ആരാണോ ഹാജരാവേണ്ടത് അയാൾക്കത് ദൂരവ്യാപകമായ ബലം ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ ശ്രീ ജോർജ് ജോസഫ് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ജോർജ് ജോസഫ്, പുതുതായി വീണ്ടും ചാറ്റുകൾ വന്നിരിക്കുന്നു.
ഒപ്പം തന്നെ ഇത് സംബന്ധിച്ച് ED കുറെ കൂടെ മുന്നോട്ട് പോയി എന്നാണോ ഈ അന്വേഷണത്തിൽ നാം മനസ്സിലാക്കേണ്ടത്? എന്ത് സംഭവിക്കുന്നുവെന്നാണ് താങ്കൾ കരുതുന്നത്? ഹലോ, അത് ആ ഒരു പ്രശ്നം നിയമപരമായ ചില പ്രശ്നങ്ങളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. എന്ത് സംബന്ധിച്ചാണ് നിയമപരമായ പ്രശ്നം എന്ന് പറയുന്നത്? കാരണം EDയുടെ അധികാര പരിധി അത് നമ്മൾ തീർച്ചയായിട്ടും ഒന്ന് പരിഗണിക്കണം. EDക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത് അവർക്ക് പണസമ്മത ഇന്ത്യയിൽ നിന്നും വിദേശത്തേക്കും അവിടെ നിന്ന് ഇങ്ങോട്ടും വന്ന പണത്തെ സംബന്ധിച്ച് മാത്രമേ അധികാരമുള്ളൂ. അവർ ലിമിറ്റഡ് ആണ്. CBI പോലെയൊക്കെയുള്ള ഒരു അധികാരം അവർക്ക് കൊടുത്തിട്ടില്ല. അവരുടെ ലിമിറ്റഡ് ആണ് അവരുടെ അധികാരം. അപ്പൊ ഒരാളെ വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ അയാൾക്ക് വീണ്ടും സമ്മൻസ് അയക്കാനേ പറ്റുള്ളൂ. അയാളെ ഇപ്പം CM രവീന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിക്ക് MLA ക്വാർട്ടേഴ്സിലോ അല്ലെങ്കിൽ അസംബ്ലിക്കകത്തോ സെക്രട്ടേറിയറ്റിനകത്തോ അത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആണ്. അങ്ങനെ ഒരു വ്യക്തി അവിടെ ഇവിടെ ഇരുന്നാൽ അവിടെ കയറി പിടിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സ്പീക്കറുടെ അനുവാദം വേണം. സാങ്കേതിക പ്രശ്നങ്ങൾ പലതും ഉണ്ട്. കാരണം ഇതൊരു മർഡർ കേസ് പോലെയോ അല്ല അങ്ങനത്തെ കേസ് പോലെയുള്ള ഒരു കേസല്ല ഇത് നമുക്ക് പണസംബന്ധമായ കേസാണ്. അപ്പൊ അതിന് നമ്മൾ പറയുന്ന പോലെ അതിനെ സംബന്ധിച്ച് അതിന് സമയം ചോദിച്ചാൽ കൊടുക്കേണ്ടി വരും. അങ്ങനെ പോലീസ് പോലെ CBI പോലെ വളരെ ക്വിക്കായിട്ട് നടപടിയെടുക്കാൻ അല്ല, ഈ ലൈഫ് മിഷൻ കേസ് എന്ന് പറയുന്ന അപ്പൊ ഇതിന്റെ ഒരു കിക്ക് ബാക്ക് വിദേശത്ത് നിന്ന് വന്നു എന്നല്ലേ നാം മനസ്സിലാക്കേണ്ടത്? അപ്പോൾ സ്വാഭാവികമായും അത് EDയുടെ പരിധിയിൽ വരില്ലേ? അത് മാത്രമല്ലേ ഉള്ളൂ. ഒരാൾ വിളിച്ചിട്ട് വന്നില്ല എന്ത് ചെയ്യാനൊക്കെ അവരെ അറസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അറസ്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് ഇങ്ങനെ അവര് പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ ഒരു പ്രതി ഇരുന്നാല് അവിടെ കയറാനായിട്ട് EDക്ക് പറ്റില്ല. അത് സ്പീക്കറുടെ അവരുടെ അനുവാദം വേണ്ടി വരും. അത് ഞാനൊരു മറ്റൊരു കാര്യം ചോദിക്കട്ടെ. ഇവർ നിസ്സഹകരിക്കുന്നു എന്ന് വിചാരിക്കുക. ഈ ഡിജിറ്റൽ എവിഡൻസുകൾ ഇവർക്ക് ഇപ്പോൾ നേരത്തെ CM രവീന്ദ്രൻ പറയുന്നു അദ്ദേഹത്തിന് സ്വപ്നയെ അറിയില്ല എന്ന് പറയുന്നു. ഇപ്പോൾ അത് അറിയാമെന്ന് തെളിയിക്കുന്ന രേഖകൾ വരുന്നു. ശിവശങ്കറുമായി ബന്ധപ്പെട്ട ശിവശങ്കർ നേരത്തെ പറഞ്ഞത് സ്വപ്ന തന്നെ കൊണ്ട് കുരുക്കിയെന്നാണ്. പക്ഷേ അതിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള രേഖകളും പുറത്തേക്ക് വരുന്നു. മുഖ്യമന്ത്രി ശുപാർശ ചെയ്തു എന്ന് സ്വപ്നയെ നോർക്കയിലേക്ക് ശുപാർശ ചെയ്തതിനെ സംബന്ധിച്ചുള്ള ചാറ്റുകൾ പുറത്തു വരുന്നു. അപ്പോൾ ഇതൊക്കെ സംബന്ധിച്ചത് ഈ മുഖ്യമന്ത്രിയോട് ഇക്കാര്യം ശുപാർശ ചെയ്യാമെന്ന് ശിവശങ്കരൻ ചാറ്റിൽ പറയുന്നുണ്ട്. അതുപോലെ ഈ കോൺസുലേറ്റിലെ രാജി വെച്ചപ്പോൾ ഞെട്ടി എന്നൊക്കെ പറയുന്നു. ഇത്തരം ഡിജിറ്റൽ എവിഡൻസുകൾക്ക് നമ്മുടെ നിയമ സംവിധാനത്തിൽ എന്ത് പ്രാധാന്യമുണ്ടാകും? അത് ഈ കേസിൻ്റെ പ്രത്യേകിച്ച് ഒരു വിസ്താരിക്കുന്നൊരു ഘട്ടത്തിൽ അതിൻ്റെ ഒരു പ്രസക്തി എത്രമാത്രം ആയിരിക്കും? അത് കണക്കാക്കുമോ? ഒരു CM എന്ന് പറഞ്ഞാല് ചീഫ് മിനിസ്റ്ററും ആകാം. CM രവീന്ദ്രനെ എല്ലാവരും ഷോർട്ട് ഫോമിലാണ് വിളിക്കുന്നത് CM. മുഖ്യമന്ത്രിയോട് അപ്പൊ അവിടെ ഒന്ന് പിടിച്ചു നിൽക്കാനുള്ള ഒരു ലാക്കോൺ അവിടെ ഉണ്ട്. കാരണം CM എന്ന് ഉദ്ദേശിക്കുന്നത് സ്വപ്ന സുരേഷ് CM എന്ന് പറഞ്ഞാല് അല്ലെങ്കിൽ ശിവശങ്കര CM എന്ന് പറഞ്ഞാല് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനാണ് ആണ് പറഞ്ഞു. അയാളെ എല്ലാവരും CM എന്നാണോ വിളിക്കുന്നത്? അങ്ങനെയാ വിളിക്കുന്നത്. CM എന്ന് പറഞ്ഞാല് മുഖ്യമന്ത്രി ധരിക്കേണ്ട എന്ത് കാര്യം മുഖ്യമന്ത്രി ഇങ്ങോട്ട് പറയേണ്ട എല്ലാ കാര്യം ഈ CM രവീന്ദ്രന്റെ കൂടെയാണ് കാര്യങ്ങൾ അവിടുത്തെ മുഴുവൻ നടക്കുന്നത്. അപ്പൊ ഞങ്ങൾ CMനോട് സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ രണ്ടുപേരിൽ ഒരാളാവാം. അതായിക്കൂടെ? അപ്പൊ ആ CM അങ്ങനെയാണ് അങ്ങനെ കോടതി വാദിക്കാൻ പോകുന്നത്. അപ്പൊ ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്ന പോലീസ് ആണെങ്കിൽ പ്രത്യേക കേസെടുക്കാം. അറസ്റ്റിന് ഇത് വന്നില്ലെങ്കിൽ ഡിസൊബീഡിയൻസിന് വേറെ കേസെടുക്കാൻ. ഇവർക്ക് അത് പറ്റില്ല. ഇന്ത്യൻ പീനൽ കോഡിലോ ക്രിമിനൽ പ്രൊസീജിയർ കോഡിലുള്ള വകുപ്പുകൾ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ച് ഇവർക്ക് കാര്യങ്ങൾ നീക്കാവുന്നല്ല, ഇൻവെസ്റ്റിഗേഷന്റെ സ്റ്റെപ്പുകൾ നീക്കാവുന്നല്ലാതെ ഇന്ത്യൻ പീനൽ കോഡിലെ ഒരു വകുപ്പ് ഇവർക്ക് ഉപയോഗിക്കാനൊക്കില്ല. അതേസമയം ഈ സ്വപ്നയുടെ മൊഴികളെ എങ്ങനെയായിരിക്കും കോടതി വിലയിരുത്തുക? അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, സ്വപ്ന നേരത്തെ ഒരു കേസിലെ പ്രതി എന്ന നിലയിലാണോ അവരെ കണക്കാക്കുക, അതോ ഈ തരം മൊഴികൾക്ക് ഒരു പ്രാതിനിധ്യം അല്ലെങ്കിൽ ഒരു വില കോടതി കൽപ്പിക്കാറുണ്ടോ? സ്വാഭാവികമായും കോടതിയും അതുപോലെ EDയും ഈ അവിടുന്ന് വരുന്ന സ്വർണത്തിന്റെ കേസ് അന്വേഷിക്കാനായിട്ട് EDക്ക് അവകാശമില്ല. സ്വർണത്തിന്റെ കേസ് അടിക്കാൻ അത് എൻഫോഴ്സ്മെന്റ് അധികാരമില്ല, കസ്റ്റംസിന് മാത്രമേ അധികാരമുള്ളൂ, ഗോൾഡ് സ്മഗ്ലിംഗ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ഇവർക്ക് എങ്ങനെ അത് ബൈൻഡിങ് ആവുന്നത്? EDക്ക് നമ്മള്
ഇപ്പൊ സർക്കാർ ഇതിനകത്ത് കുറച്ച് ഡിഫൻസീവ് മെക്കാനിസം, ഒരു ED-യുടെ അവരുടെ അസിസ്റ്റന്റ് ഡയറക്ടർ, ഡെപ്യൂട്ടി ഡയറക്ടർ പ്രതിയായിട്ട് ഇവിടെ FIR ഉണ്ട്. കേരള പോലീസ് എടുത്തിട്ടുണ്ട്. KT ജലീലിന്റെ ഒരു കേസ് ഇവിടെ എടുത്തിട്ടുണ്ട്. KT ജലീൽ വാദിയായിട്ട് കന്റോൺമെന്റ് പോലീസ് ഒരു കേസ് എടുത്തിട്ടുണ്ട്. അതാരാണ്? ED-ക്ക് അല്ലെങ്കിൽ കസ്റ്റംസിന് അങ്ങനെയുള്ളവർക്കെതിരായിട്ടാണ് കേസ് എടുത്തിരിക്കുന്നത്. അപ്പം അധികാരം ഉപയോഗിച്ചിട്ട് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ച് അല്ലെങ്കിൽ കേരള പോലീസ് ഉപയോഗിച്ചിട്ട് ഇതിന് ടോർപ്പറേറ്റ് ചെയ്യാവുന്ന കേസെടുക്കാനുള്ള സ്കോപ്പുണ്ട്. ഇവിടെ നമുക്ക് ഓരോന്ന് നോക്കിക്കോണം. ഇവിടെ ഒരു ക്രിമിനൽ ഒഫൻസ് പറയുന്നത് ED-യുടെ കേസ് ED-ക്ക് മാത്രമല്ല, ഈ ഫോറിൻ എക്സ്ചേഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തുന്നത് മാത്രമേ പറ്റുള്ളൂ ED-ക്ക് അന്വേഷിക്കാൻ. അതേ സമയത്ത് കസ്റ്റംസിന് ഗോൾഡ് സ്മഗിൾ ചെയ്യുന്ന കാര്യം മാത്രമേ അന്വേഷിക്കാൻ പറ്റുള്ളൂ കസ്റ്റംസിന്. അതുപോലെ തന്നെ അപ്പൊ ഇവർ രണ്ടുപേരും കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ആലോചിക്കേണ്ടത് ഇപ്പോഴത്തെ കേസ് ഏതെങ്കിലും ടേക്ക് ഓവർ ചെയ്യണം. ഈ നമ്മുടെ സ്വപ്ന സുരേഷ് പറയുന്ന മുഴുവൻ കാര്യങ്ങളും അന്വേഷിക്കാനുള്ള അധികാരം CBI-ക്കോ അല്ലെങ്കിൽ കേരള പോലീസിനോ. CBI-ക്ക് അന്വേഷിക്കണം, കേരള പോലീസ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. കേസ് ട്രാൻസ്ഫർ ചെയ്തെങ്കിൽ മാത്രമേ CBI-ക്ക് അന്വേഷിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ CBI-ക്ക് ഒരു കേസ് നേരിട്ടെടുക്കാൻ പറ്റൂല. പിന്നെ NI-ക്ക് മാത്രം അവരുടെ പരിധി വരുന്ന കേസ് മാത്രം എടുക്കാനൊക്കെ ഉള്ളൂ. രാജ്യദ്രോഹകരമായ രീതിയിലുള്ള കേസ് NI-ക്ക് എടുക്കാം. ഇങ്ങനെ ഒത്തിരി നിയമപരമായ നൂലാമാലകൾ ഇതിനകത്ത് ഉള്ളത് കൊണ്ടാണ് ഇത് ഇങ്ങനെ കൊഴകൊഴാന്ന് പറഞ്ഞ് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ നന്ദി. തുടരൂ. ആ ED-യുടെ ഇപ്പോഴത്തെ നിലപാടനുസരിച്ച് അയാളെ വിളിച്ചിട്ട് വന്നില്ലേ അറസ്റ്റ് ചെയ്യാനുള്ള പവേഴ്സ് ED-ക്കുണ്ട്. അപ്പൊ അറസ്റ്റ് ചെയ്യാനായിട്ട് കേരള പോലീസിന്റെ സഹായം തേടേണ്ടി വരും. കൊടുക്കുമോ? ബംഗാളിലുണ്ടായ കാര്യം തന്നെ അറിയാമല്ലോ. ബംഗാളിലെ DGP-യെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഡൽഹിയിൽ നിന്ന് CBI വന്നല്ലോ. അപ്പൊ അത് വലിയ പ്രശ്നോടെ ഉണ്ടായി. നിയമപരമായ പല പ്രശ്നങ്ങളും കുരുക്കുകൾ ഇതിനകത്തുണ്ട്. അത് ക്ലവറായിട്ട് ഉപയോഗിക്കുകയാണ് ഗവൺമെന്റ്, അല്ലെങ്കിൽ ഇവിടുത്തെ അന്വേഷണ ഏജൻസികൾ, ഗവൺമെന്റ് കീഴിലുള്ള അന്വേഷണ ഏജൻസികൾ. അപ്പൊ ഇപ്പൊ സമൻസ് കൊടുത്തു. അത് അദ്ദേഹം പറയുന്നത് അംഗീകരിക്കാതിരിക്കാനൊക്കെ മുഖ്യമന്ത്രി ഒരു സംസ്ഥാന ഗവൺമെന്റ് ഭരിക്കുന്ന അതിന്റെ ഹെഡായ മുഖ്യമന്ത്രിക്ക് വേണ്ട ഉപദേശം കൊടുക്കാനും അദ്ദേഹത്തിന് സഹായിക്കാനും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഇങ്ങനെയാണ് രവീന്ദ്രനാണ്. അപ്പം അസംബ്ലി നടക്കുമ്പോൾ എനിക്ക് വരാൻ പറ്റൂല. അസംബ്ലി നടക്കുന്ന ആയതുകൊണ്ട് 27-ാം തീയതി വരാൻ കഴിയില്ലെന്നാണ് പറഞ്ഞത്. നിങ്ങൾ വേറൊരു ഡേറ്റ് വെച്ചാൽ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടില്ല. രവീന്ദ്രൻ പറഞ്ഞത് 27-ാം തീയതി ഞാൻ വരാൻ പറ്റത്തില്ല അസംബ്ലി. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അസംബ്ലി ഇല്ലാത്ത ശനിയാഴ്ച ഞായറാഴ്ച ആ ദിവസം നോട്ടീസ് കൊടുത്തു നോക്ക്, വരുമല്ലോന്നറിയാം. അങ്ങനെ കൊടുത്താലും വന്നില്ലെങ്കിൽ പിന്നെ സ്പീക്കറുടെ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന്റെ പരിധിക്കുള്ളിലാണ് അങ്ങനെ നിൽക്കുന്നെങ്കിൽ മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയുടെ കൺസെന്റ് വേണം. അതേസമയത്ത് MLA ക്വാർട്ടേഴ്സിനകത്തോ അതുപോലെ തന്നെ അസംബ്ലി കോംപ്ലക്സിനകത്തോ ആണ് രവീന്ദ്രൻ ഇരിക്കുന്നതും കിടക്കുന്നതെന്ന് വിചാരിച്ചാൽ അവിടെ കയറി അറസ്റ്റ് ചെയ്യണമെന്നുണ്ട്. ഒരു ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അവരുടെ കൺസെന്റ് വാങ്ങിച്ചിട്ട് കയറാൻ പോകും. ഇങ്ങനെ ഇതൊക്കെ ഈ ഉപയോഗിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തോമസ് പോയില്ലല്ലോ, ഹൈക്കോടതി കൊണ്ടുപോയി. ഇനിയിപ്പോ നിവൃത്തിയില്ലാവരും ഹൈക്കോടതി ഒന്ന് കൊടുക്കും, വീണ്ടും വീഴും. ഒരു 2-3 വർഷം ഈ ഗവൺമെന്റ് അധികാരം ഈ ഇരിക്കുന്ന ആ കാലഘട്ടം വരെ തട്ടി ഉയർത്തിക്കൊണ്ട് പോകും. വളരെ വളരെ നന്ദി ശ്രീ ജോർജ് ജോസഫ്, ഞങ്ങളോടൊപ്പം ഈ അഭിപ്രായം പങ്കുവയ്ക്കുകയും കൂടുതൽ വിശദാംശങ്ങൾ നൽകുകയും ചെയ്തതിന്. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും വേണ്ടി നിരവധി ബിസിനസ് ഡീലുകൾ നടത്തിയിട്ടുണ്ടെന്ന് സ്വപ്ന സുരേഷ്. മക്കളും മുഖ്യമന്ത്രിയുടെ ഭാര്യയും മകളും ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ് നിരവധി തവണ ഗൾഫിൽ പോയത്. ശിവശങ്കർ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഇത് നടത്തിയിട്ടുള്ളത്. മുഖ്യമന്ത്രിയുമായും കോൺസുൽ ജനറലുമായും കൂടിക്കാഴ്ച നടത്തി. മുഖ്യമന്ത്രിയും പച്ചക്കള്ളമാണ് പറയുന്നത്. കൂടിക്കാഴ്ച നടന്നിട്ടില്ല എന്ന് തെളിയിക്കാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നുവെന്നും സ്വപ്ന സുരേഷ് ന്യൂസ് 18നോട് പറഞ്ഞു. Let the Honorable Chief Minister deny with proof that he has not seen me. Let him deny with proof that he doesn't know me, and then I will show him. It is Honorable Chief Minister CM രവീന്ദ്രനോട് സംസാരിച്ചു. ഞാൻ Honorable Chief Ministerനെ പോയി കണ്ടു സംസാരിച്ച കാര്യമാണ് CM രവീന്ദ്രനെ അറിയിക്കുന്നത്. ബിക്കോസ് നോർക്കയിൽ CM രവീന്ദ്രന് ഒരു നല്ല ഹോൾഡ് ഉണ്ട്, നല്ലൊരു ഭാഗമുണ്ട്, നല്ലൊരു പാർട്ടിസിപ്പേഷൻ ഉണ്ട്. ശിവശങ്കർ sir also had a discussion with the CEO Norca and many other team members. But then only hitch was Yusuf Ali may not accept. That was the hitch. Face to face they are okay, but they don't like each other in terms of business. CM രവീന്ദ്രന്റെ യോഗ്യതയെ കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല?
അയാൾ എങ്ങനെ ഇത്രയും കോടീശ്വരനായി? അയാൾക്ക് എന്ത് യോഗ്യത ഇരിക്കുന്നത്? കൗവിന്റെ സ്പെല്ലിംഗ് പോലും നേരെ എഴുതാൻ അറിഞ്ഞൂടാത്ത അദ്ദേഹം, ഹൗ കെൻ ഹി വർക്ക് ഫോർ ദ ഗവൺമെന്റ്? If he can work for the government, definitely I can work for the government. Why should I exhibit a piece of paper? C.M. Ravindran is useless. Useless means useless. And he thinks that ladies are commodities. All ladies are not commodities. ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമായിട്ട് നടക്കും എന്നല്ലെങ്കിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി ആധികാരികമായിട്ട് നടക്കുമെന്നായിരുന്നാണ് അദ്ദേഹം വിചാരിച്ചത്. വിദ്യാഭ്യാസം ഇല്ലല്ലോ. ധനമന്ത്രി KN ബാലഗോപാൽ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് സംസ്ഥാനത്തിൽ വരുന്ന റവന്യൂ വരുമാനത്തിന്റെ 60% നമ്മുടെ സ്വന്തമായ നികുതിയാണ്. എന്നാൽ UP-യിൽ ഞാൻ ഈ പറയുന്ന ലിസ്റ്റ് അനുസരിച്ച് സെൻട്രൽ ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ച റെക്കോർഡ് അനുസരിച്ച് 33% ഉള്ളൂ അവരുടെ റവന്യൂ വരുമാനം. ഞാൻ പറഞ്ഞ ഏറ്റവും ഒരു വലിയ സ്റ്റേറ്റ് ആയതുകൊണ്ട് പറഞ്ഞതാണ്. എന്നാൽ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ പെർഫോമൻസ് നല്ലതാണ്. കർണാടകയും തമിഴ്നാടും തെലുങ്കാനയും ഒക്കെ, മഹാരാഷ്ട്ര അടക്കമുള്ള സ്റ്റേറ്റുകൾ. അപ്പോൾ ഈ തരത്തിൽ ഇന്ത്യയിൽ ആകെ റവന്യൂ വരുമാനത്തിൻ്റെ ഭാഗമായി ടാക്സ് വരുമാനം ഏറ്റവും കൂടുതൽ കിട്ടുന്ന 5ാമത്തെ സ്റ്റേറ്റാണ് ഈ കണക്കനുസരിച്ച് കേരളം. അപ്പോൾ അത്തരത്തിലൊക്കെ ചെയ്യുന്നതാണ്. എന്തുകൊണ്ടാണ് UDF പറയുന്നത്? അവരുടെ രാഷ്ട്രീയമാണ്. നമ്മൾ കൂടുതൽ ഈ കാര്യങ്ങൾ ഒരു രൂപയെങ്കിലും അധികം കിട്ടാനുണ്ടെങ്കിൽ ആ കാര്യത്തിന് വേണ്ടിയിട്ട് എല്ലാ ശ്രമം നടത്തുന്നുണ്ട്. പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാം ചേർന്ന് ചെയ്യേണ്ടതാണ് എന്നുള്ളതിന് തർക്കമില്ല. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം ഉന്നയിക്കുന്ന ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ വരുന്നുണ്ട്. അതൊന്നും ആ രാഷ്ട്രീയമൊന്നും പറയാൻ UDF തയ്യാറാവുന്നില്ല എന്നുള്ള കാര്യം ആവർത്തിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ഇന്നത്തെ പത്രങ്ങൾ, ഇപ്പം ഓൺലൈൻ പത്രങ്ങളിൽ വന്നിട്ടുള്ള കാര്യമാണ്. ഇന്നലെ പാചകവാതക വില 1110 രൂപയായിട്ടുണ്ട്. ഗാർഹിക സിലിണ്ടറിന് ഏകദേശം 50 രൂപ ഒറ്റയടിക്ക് കൂട്ടി. വാണിജ്യ സിലിണ്ടറിന് 351 രൂപ കൂട്ടി. കഴിഞ്ഞ 2 വർഷം കൊണ്ട് കൂട്ടിയ കണക്കെടുത്താൽ 700 രൂപയ്ക്ക് അടുത്തുണ്ടായിരുന്നു. 2 വർഷം മുമ്പ് 700 രൂപയ്ക്ക് അടുത്തുണ്ടായിരുന്ന ഗ്യാസിൻ്റെ വില ഒരു 400 രൂപയാണ് ഇത്രയും സമയം കൂട്ടിയത്. ഒരു പൊടി വേണ്ട, അര കരിങ്കൊടിയായിട്ടെങ്കിലും പോണ്ടേ ഈ UDF-ന് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ കേരളത്തിൽ വരുന്ന കേന്ദ്രമന്ത്രിമാരെ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ഇന്ന് ഒരു പ്രമേയം അവർ അവതരിപ്പിക്കേണ്ടതല്ല. ഈ ഗ്യാസ് വില വർധന സംബന്ധിച്ചും അതുപോലെ പാചകവാതകത്തിൻ്റെ കൊമേഴ്സ്യൽ വില സംബന്ധിച്ചുള്ള കാര്യം പറയണ്ടേ? ഇപ്പോൾ കുറച്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വോട്ടിംഗ് കഴിഞ്ഞു. 4-5 കുറച്ച് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പുണ്ടായിരുന്നല്ലോ. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൻ്റെ അന്ന് തന്നെ കേന്ദ്ര ഗവൺമെൻറ് ഒറ്റയടിക്ക് കൂട്ടി. എന്നാൽ ഇൻ്റർനാഷണലി അങ്ങനെ കൂട്ടേണ്ട കാര്യമുണ്ടോ? ഗ്യാസിൻ്റെ വില നിങ്ങൾക്കറിയാം. ഗ്യാസ് നമുക്ക് റഷ്യയിൽ നിന്നാണ് കമ്പയർഡ് ടു അതർ രാജ്യങ്ങളിൽ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് വില കുറച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഗ്യാസിൻ്റെ വില കൂട്ടുന്നത് ഇത് ഗ്യാസിൻ്റെ യഥാർത്ഥ വിലയല്ല, അഡ്മിനിസ്ട്രേറ്റ് പ്രൈസാണ് ഗ്യാസിൻ്റെ കാര്യത്തിൽ. അവർ തീരുമാനിക്കും എത്ര പ്രൈസ് എന്ന്. അപ്പോൾ അങ്ങനെ തീരുമാനിച്ച് കൂട്ടുകയാണ്. എന്നാൽ കേരളത്തിലെ കോൺഗ്രസിനും UDF-നും എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഇത്തരം ഒരു കാര്യം നമ്മുടെ സഭയിൽ പുറത്തും തയ്യാറാക്കണ്ടേ? ജനം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെ ഇത്രയും കൂടിക്കഴിഞ്ഞാൽ എത്ര വർധന വരും? 50 രൂപ കൂട്ടിയാൽ തന്നെ ഒരു വർഷം കൊണ്ട് ഒരു 500-600 രൂപ ഒരു വീട്ടിൽ വരും. കഴിഞ്ഞ 2 വർഷം കൊണ്ട് ഒരു കുടുംബത്തിന് 4000 രൂപ 5000 രൂപയുടെ വില വർധന ഗ്യാസിൻ്റെ കാര്യത്തിൽ BJP ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട്, റീസൺസ് ഒന്നും ഇല്ലാതെ. അങ്ങനെ നോക്കുമ്പം കേരളത്തിലൊരു 70 ലക്ഷം കുടുംബങ്ങളിലെങ്കിലും ഈ ഗ്യാസ് മേടിക്കുന്നു എന്നുള്ള കണക്കൂടെ നോക്കണം. 3000-3500 കോടി രൂപയുടെ വർധന ഗ്യാസിന് മാത്രം കേരളത്തിലെ കുടുംബങ്ങളിൽ നിന്ന് കൊള്ളയടിക്കുന്ന BJP-യെ പറ്റി അഭിപ്രായം പറയുന്നില്ല. വേറെ വിഷയമൊന്നും ഇല്ലാത്തതുകൊണ്ട് എങ്ങനെങ്കിലും LDF-ന് നേരെ ആക്രമിക്കാം. ചില മാധ്യമങ്ങളാണെങ്കിൽ കണക്കുകൾ ചേർത്ത് കൊടുക്കുന്നതും വാസ്തവത്തിൽ അങ്ങനെ കൊടുക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ് കൊടുക്കുന്നത് മനസ്സിലാവുന്നില്ല. കേരളത്തിന് ഗ്രോത്തിൻ്റെ കാര്യത്തിൽ 12% ഉണ്ട് കോൺസ്റ്റന്റ് പ്രൈസിൽ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഈ വർഷം. അതിനകത്ത് വലിയ പഠനം നടത്തിയിട്ട് യഥാർത്ഥത്തിൽ അതിനു മുമ്പുള്ളതിനേക്കാളും അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ വർധനയില്ല എന്ന് പറഞ്ഞിട്ടൊരു കണക്ക് കൊടുക്കുന്നു. എന്നാൽ ധനമന്ത്രി KN ബാലഗോപാൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഗ്യാസിൻ്റെ വില ഇപ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പിന് ശേഷം, അതായത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് ശേഷം കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചിരിക്കുന്നു. പക്ഷേ അതിനെതിരെ ഒരു കരിങ്കൊടി പോയി, ഒരു അര കരിങ്കൊടി പോലും UDF കാണിക്കുന്നില്ല എന്ന ആക്ഷേപമാണ് അദ്ദേഹം ഉന്നയിച്ചത്. UDF-നെതിരെയും കേരളത്തിലെ കോൺഗ്രസിനെതിരെയുമാണ് അദ്ദേഹത്തിൻ്റെ ആക്ഷേപം. വാർത്തകൾ തുടരും, പക്ഷേ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. അടഞ്ഞുകിടക്കുന്ന വീടുകളിൽ നികുതി ഏർപ്പെടുത്താനുള്ള നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ടു പോകുന്നു. ധനമന്ത്രിയാണ് ഈ കാര്യം വ്യക്തമാക്കിയത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ സബ്മിഷന് മറുപടിയായാണ് ധനമന്ത്രി ഈ കാര്യം വ്യക്തമാക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ടിൻ്റെ ലഭ്യതക്കുറവ് അവയുടെ സുഗമമായ പ്രവർത്തനങ്ങളെ ബാധിക്കാതിരിക്കാനും കാലങ്ങളായിട്ടുള്ള പരിഷ്കരണ നികുതി ഇനത്തിൽ വരുത്തേണ്ടതിനാലും അതുവഴി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശാക്തീകരണവും ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു നികുതി പരിഷ്കരണത്തെ സംബന്ധിച്ച ചില നിർദ്ദേശങ്ങളാണ് ഈ ബഡ്ജറ്റ് സ്പീച്ചിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇത്തരം ഒരു കാര്യമൊന്നും ഇപ്പോൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. എന്തായാലും ഈ സഭയിലും ഈ അടച്ചുകിടക്കുന്ന വീടുകൾക്ക്, ദീർഘകാലമായി ഒഴിഞ്ഞു കിടക്കുന്ന വീടുകൾക്കും ചില നിർദ്ദേശങ്ങൾ വെച്ചെങ്കിലും ഇപ്പോൾ അതിന് ടാക്സ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് ഈ സഭയിലും പറയുകയാണ്. നേരത്തെ തന്നെ ഈ ബഡ്ജറ്റ് കഴിഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു. പ്രവാസികളുടെ ഭാഗത്തുനിന്ന് ചില ചോദ്യങ്ങൾ വന്നിരുന്നു, അവരോടെയും പറഞ്ഞിരുന്നു. അത് പൊതുവിലുള്ള ഒരു കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടുള്ള പല നിർദ്ദേശങ്ങളുടെ ഭാഗമായിട്ടാണ്. അതൊരു നികുതി എന്ന നിലയിൽ നടപ്പിലാക്കുന്നതല്ല. തദ്ദേശ സ്വയംഭരണ വകുപ്പ് പരിശോധിക്കേണ്ട ചില കാര്യങ്ങളാണ്. അതിന് ഇപ്പം നടപ്പിലാക്കേണ്ട എന്ന് തന്നെയാണ്. ഈ അടച്ചു കിടക്കുന്ന വീടുകൾക്കും 2 വീടുകളുടെയും കാര്യത്തിൽ, പ്രവാസികളുടെ കാര്യത്തിൽ അത് തദ്ദേശ വകുപ്പ് മന്ത്രിയായി നേരത്തെ തന്നെ സംസാരിച്ചിരുന്നു. എന്തായാലും ഈ സഭയിലും ഞാൻ ആ കാര്യം വീണ്ടും പറയുകയാണ്. സാർ, കൂടുതൽ വിവരങ്ങളുമായി വി അരുൺ ചേരുന്നു. വി അരുൺ, ഇത് പ്രതിഷേധത്തിൻ്റെ ഭാഗമായാണോ ഈ പിന്നാക്കം പോകുന്നത്, അതോ ഇത് അപ്രായോഗികമാണ് എന്ന് കണ്ട് സർക്കാർ നടപടി മാറ്റുകയാണോ? സംസ്ഥാനത്ത് അടഞ്ഞുകിടക്കുന്ന വീടുകൾക്ക് നികുതി ഏർപ്പെടുത്താനുള്ള ബഡ്ജറ്റ് നിർദ്ദേശത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകുന്നു. തദ്ദേശ സ്ഥാപനങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ളൊരു നിർദ്ദേശം മാത്രമായിരുന്നു അത് എന്നാണ് ഇപ്പോഴത്തെ വിശദീകരണം. എന്നാൽ ഇപ്പോഴത് നടപ്പിലാക്കുന്നില്ല എന്നാണ് ധനമന്ത്രി നിയമസഭയിൽ പറയുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ സബ്മിഷന് മറുപടിയായി ആയിരുന്നു ഈ KTU യൂണിവേഴ്സിറ്റിയിലേക്ക് SFI മാർച്ച് നടത്തുകയാണ്. ആ ദൃശ്യങ്ങൾ കാണാം. ശരി, ഞാൻ ഫ്രണ്ടിൽ കയറുന്നില്ല. പാലോടെ ഓടിയോ ടെലി കണക്ട് ചെയ്യ.
സാങ്കേതിക സർവകലാശാലയിലേക്ക് SFI പ്രവർത്തകർ നടത്തിയ മാർച്ചിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. മറ്റൊരു വാർത്തയിലേക്ക്. പാചകവാതക വിലയിൽ വൻ വർധന. ഗാർഹിക സിലിണ്ടറിന്റെ വില 49 രൂപ കൂടി. വാണിജ്യ സിലിണ്ടറിന് 351 രൂപയാണ് വർദ്ധിപ്പിച്ചത്. പാചകവാതക വില വർധന ഹോട്ടൽ മേഖലയെ തകർക്കുമെന്ന് ഹോട്ടൽ ഉടമകൾ. ഇങ്ങനെ പോയാൽ ഹോട്ടലുകൾ അടച്ചിടേണ്ടി വരുമെന്ന് ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറൻറ്റ്സ് ഭാരവാഹികൾ പറയുന്നു. എസ് വിനേഷ് കുമാറിന്റെ റിപ്പോർട്ടിലേക്ക്. പാചകവാതക വില വർധനവിലൂടെ കനത്ത ഇരുട്ടടിയാണിപ്പോൾ കേന്ദ്ര സർക്കാർ ഏൽപ്പിച്ചിട്ടുള്ളത്. പ്രധാനമായും ഹോട്ടലിൽ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വാണിജ്യ സിലിണ്ടറിന് 351 രൂപ വർദ്ധിപ്പിച്ച് 2100 ചില്ലാനം രൂപയായി മാറിയിരിക്കുന്നു. ഒപ്പം തന്നെ ഗാർഹിക സിലിണ്ടറുകൾക്കാകട്ടെ 49 രൂപയാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. പ്രധാനമായും ഹോട്ടൽ ഭക്ഷണത്തിനുൾപ്പെടെ വലിയ തോതിൽ വില ഉയരാനുള്ളൊരു സാധ്യതയുണ്ട്. ഇപ്പം എന്തായാലും നമ്മളിപ്പോൾ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട്. ഇതിപ്പോൾ എത്രത്തോളം ഈ വിലവർധന എത്രത്തോളം തിരിച്ചടിയാവും, അല്ലെങ്കിൽ വിലവർധനയ്ക്ക് സാധ്യത എത്രത്തോളം ഉണ്ട്? ഇത് നമ്മളെ ഈ മേഖലയെ തകർക്കുന്ന രീതിയിലുള്ള ഒരു വില ഇതാണ്. നമ്മളെന്തോ പ്രതികാരമായിട്ടാണ് ഇത് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ ഇപ്പം പെട്ടെന്ന് 351 സാധാരണ രീതിയിൽ അങ്ങനെ ഒരു 50 രൂപ, ഒരു 70 രൂപ, 20 രൂപ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. ഇതെന്ന് പറഞ്ഞാൽ 351 എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റാത്തതിൽ അവസ്ഥയാണ്. കാരണം ഇത് ജനങ്ങളെ ഇരുത്തുന്നത് നമുക്ക് ഈടാക്കാൻ പറ്റില്ലല്ലോ. നമ്മളെ കയ്യിൽ നിന്ന് പോകല്ലേ. അല്ലെ തന്നെ വൈകുന്നേരം ആകുമ്പോഴേക്ക് നമുക്ക് എന്തെങ്കിലും മിച്ചം വെക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയിലാണ് പോകുന്നത്. ആ സമയത്ത് ഈ ഇരുട്ടടി ഉണ്ടാകുന്ന ഒരു രീതിയിലേക്കാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അത് നമുക്ക് തീരെ യോജിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇതിനെതിരെ എന്തെങ്കിലും ശക്തമായിട്ടുള്ള ഗവൺമെന്റ് ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഗത്തുനിന്നോ ശക്തമായിട്ട് എതിർപ്പ് ഉണ്ടായെങ്കിൽ തന്നെ ഈ മേഖല പിടിച്ചു കൊണ്ടുപോകാൻ നമുക്ക് പറ്റുകയുള്ളൂ. ഇത് സാധനങ്ങളുടെ വില ഒരുപാട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹോട്ടൽ മേഖല എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഈ ഹെൽത്ത് കാർഡുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം വളരെ പ്രശ്നത്തിലാണ്. ഓരോ ഷോപ്പുകളും ഹെൽത്ത് കാർഡ് എടുക്കുന്ന ബുദ്ധിമുട്ടുകളും ആയിരക്കണക്കിനും. സിലിണ്ടറിന്റെ വില എത്രത്തോളം ഈ ഭക്ഷണ സാധനങ്ങളുടെ വില? ഇത് അന്യായമായ വിലവർദ്ധനവിനെതിരെ നമുക്കിപ്പോൾ എന്താ വെച്ചാൽ ഈ വിലവർദ്ധനവ് നമുക്കിപ്പോൾ 3 മാസം മുന്നേ നമുക്ക് സബ്സിഡി 240-250 നമുക്ക് വെട്ടിക്കുറച്ച്, അതിന്റെ ശേഷം നമുക്ക് 120 പിന്നെയും ചാർജ് വർദ്ധിപ്പിച്ച് ഇതെങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഈ 351 രൂപ ഇനിയും കൂടുന്നതാണെങ്കിൽ നമുക്ക് രക്ഷയില്ല നമ്മളെ ഹോട്ടൽ മേഖല. കാരണം ലക്ഷക്കണക്കിന് തൊഴിലാളികളെ മേഖലയാണിത്. ഈ തൊഴിലാളികൾക്ക് പണി കൊടുക്കാൻ നമുക്ക് പറ്റാത്തൊരവസ്ഥയിലേക്കാണ് നമ്മൾക്ക് മുന്നോട്ട് പോകുന്നത്. സമരപരിപാടി ശക്തമായിട്ടുണ്ടാവും. ഇതിന് മുൻപേ നമുക്ക് ഇതുപോലെ വിലവർദ്ധന ഉണ്ടായിട്ട് ഞങ്ങൾ ഗ്യാസും കുറ്റിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ചേരട്ടെ. ഇപ്പോൾ ഏറ്റവും വലിയ പ്രധാനം എന്ന് പറഞ്ഞാൽ 2 മാസം 3 മാസം മുമ്പ് നമുക്ക് 240 രൂപ സബ്സിഡി കിട്ടുന്നത് അത് കട്ട് ചെയ്തു. അതിനുശേഷം 100 രൂപ വർധനവും ഇന്ന് വന്നത് 351 രൂപ വർധനവും. ഞങ്ങൾ പ്രാദേശിക തലത്തിലെ കച്ചവടം 10 രൂപന്റെ ചായയും 10 രൂപന്റെ കടിയും കൊടുക്കുന്ന ഈ പ്രദേശത്ത് അതുപോലെ മറ്റുള്ള ഒരുപാട് ട്രസ്റ്റുകൾക്ക് ഭക്ഷണം പോകുന്ന സ്ഥലമാണ്. ഇവിടെ ഒരു 10-12 തൊഴിലാളികളുണ്ട്. ഇവരെ കുടുംബവും നമ്മൾ 4 പ്രദേശമുണ്ട്. നമ്മളെ കുടുംബം കൂടി കഴിഞ്ഞു പോകുന്ന കാര്യം പ്രയാസം തന്നെയാണ്. ഈ 351 രൂപ വളരെ മോശമാണ്. അത് മാത്രമല്ല ഞങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഞങ്ങൾ ശക്തമായിട്ട് പ്രതികരിക്കും, അല്ലെങ്കിൽ ഹോട്ടൽ പൂട്ടാൻ മാറുള്ളൂ. ഹോട്ടൽ പൂട്ടാതെ യാതൊരു രക്ഷയില്ല. കാരണം ഇത് കൂടുന്നതിനനുസരിച്ച് നമുക്കിത് കൊടുക്കാനില്ല. ഞങ്ങളെ സാധനത്തിന് വില വർദ്ധിപ്പിക്കാൻ പറ്റില്ല. ഞങ്ങളെ സാധനത്തിന് എന്തെങ്കിലും വില വർദ്ധിപ്പിച്ചാൽ മറ്റുള്ള ആൾക്കാർ അതിനെ വിമർശിക്കുന്നു. ഈ ഗ്യാസിന്റെ മാത്രമല്ല മറ്റുള്ള എല്ലാ നിത്യോപയോഗ സാധനങ്ങളും നമുക്ക് ഉപയോഗിക്കുന്ന ഒക്കെ ഡബിൾ വിലക്കാണ് വരുന്നത്. ഞങ്ങൾ ഈ 10 രൂപന്റെ ചായയും കടിയും 8-9 കൊല്ലം മുമ്പുള്ള വിഷയമാണ്. ഇന്ന് വരെ ഞങ്ങൾക്ക് മാറ്റാൻ പറ്റിയിട്ടില്ല. ഇതിൽ കൂടുതൽ ബാധിക്കുന്നത് ഈ പ്രാദേശിക ഈ ഒറ്റപ്പെട്ട് കിടക്കുന്ന പീടികൾക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ്. എന്തായാലും വലിയ തോതിൽ തന്നെ ഇത് ബാധിക്കും. അതായത് നിത്യോപയോഗ സാധനങ്ങളുടെ വില അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതിനിടയിലാണ് സിലിണ്ടറിന്റെ വില, അതായത് ഈ വാണിജ്യ സിലിണ്ടറുകളുടെ എണ്ണത്തിൽ വലിയ തോതിൽ വർധനയുണ്ടായിരിക്കുന്നത്. അതായത് 351 രൂപ. ഒന്നില്ലെങ്കിൽ ഹോട്ടലുകൾ അടച്ചിടുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും. ഇതിന്റെ ഭാരം കൂടി സാധാരണ ജനങ്ങളുടെ തലയിലേക്ക് വെക്കാൻ തങ്ങളെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ വിലവർധന ഒന്നുമല്ല, പക്ഷേ ഇതിൽ ഏതെങ്കിലും രീതിയിലുള്ള സർക്കാർ ഇടപെടൽ ഉണ്ടാവുകയും ഇതിലൊരു മാറ്റം വേണം എന്ന് തന്നെയാണ് ഹോട്ടൽ ഉടമകൾ ഉൾപ്പെടെ പറയുന്നത്. ക്യാമറാമാൻ ഷാഫിക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. ഒട്ടനവധി ആളുകളാണ് കേരളത്തിൽ ഈ ഹോട്ടൽ ഭക്ഷണത്തെ ആശ്രയിക്കുകയും അതുപോലെ തന്നെ നിരവധി പേരാണ് ഈ മേഖലയിൽ ജോലിയെടുക്കുകയും ചെയ്യുന്നത്. ഈ വിലവർദ്ധനവ് അവരെയെല്ലാം പ്രതികൂലമായി ബാധിക്കുമെന്നാണ് വിനേഷ് കുമാറിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. കോഴിക്കോട് കൊടിയത്തൂർ തോട്ടുമുക്കത്ത് വീടും സ്ഥലവും ജപ്തി ചെയ്തതോടെ പെരുവഴിയിൽ ആയിരിക്കുകയാണ് വൃദ്ധ ദമ്പതികൾ. വിവാഹ സമയത്ത് നൽകിയ സ്വർണം തിരിച്ചു നൽകിയില്ലെങ്കിൽ ഇല്ല എന്ന് കാണിച്ച് ഇളയ മകന്റെ ഭാര്യ നൽകിയ പരാതിയെ തുടർന്നാണ് വയോധികരുടെ വീടും സ്ഥലവും ജപ്തി ചെയ്തത്. പട്ടികജാതി കുടുംബമായ തള്ളിൽ തടത്ത് ഭാസ്കരനും സത്യഭാമയ്ക്കുമാണ് ഈ ദുരവസ്ഥ ഉണ്ടായിട്ടുള്ളത്.
6 ആൺമക്കളുണ്ട് തള്ളിൽ തടത്ത് ഭാസ്കരനും സത്യഭാമയ്ക്കും. ഇളയ മകൻ വിജയൻ കാരണമാണിപ്പോൾ കൊടിയത്തൂർ വില്ലേജിലെ തോട്ടുമുക്കത്തുള്ള 78 സെന്റ് സ്ഥലവും വീടും നഷ്ടമായത്. വനമേഖലയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശത്ത് പഞ്ചായത്ത് നിർമ്മിച്ചു നൽകിയ വീട്ടിലായിരുന്നു 76-കാരനായ ഭാസ്കരനും ഭാര്യ സത്യഭാമയും കഴിഞ്ഞിരുന്നത്. മകൻ വിജയൻ 2010-ലാണ് മലപ്പുറം സ്വദേശി ഇന്ദുജയെ വിവാഹം കഴിച്ചത്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഇരുവരും പിരിയാൻ തീരുമാനിച്ചു. വിവാഹ സമയത്ത് ഇന്ദുജയുടെ വീട്ടുകാർ നൽകിയ 20 പവൻ സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചു നൽകാൻ വിജയൻ തയ്യാറായില്ല. തുടർന്നാണ് ഭൂമിയും വീടും ജപ്തി ചെയ്ത് ഇന്ദുജയ്ക്ക് നൽകാൻ കോഴിക്കോട് കുടുംബ കോടതി ഉത്തരവിട്ടത്. കൈവശ ഭൂമിയും വീടും ജപ്തി ചെയ്തതോടെ എങ്ങോട്ട് പോകണമെന്നറിയാതെ വീട്ടുവരാന്തയിൽ കഴിയുകയാണ് ഈ വൃദ്ധ ദമ്പതികൾ. എന്തു ചെയ്യും? ഈ തരത്തിൽ മക്കളൊക്കെ തുടങ്ങിയാൽ പിന്നെ ഞാൻ എന്തു ചെയ്യും? എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റുമോ? ചാകാൻ പറ്റുമോ? ഇങ്ങനെ ജീവിക്കുക, പോകുന്നിടത്തോളം പോകട്ടെ എന്ന് വിചാരിച്ച്. 6 മക്കൾക്കും ഇപ്പോൾ അമ്മയെയും അച്ഛനെയും വേണ്ട. ജപ്തിയെ തുടർന്ന് പെരുവഴിയിലായിട്ടും മക്കളാരും തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് ഇവരുടെ പരാതി. ജപ്തി ചെയ്ത വീടിന്റെ വരാന്തയിലാണിപ്പോൾ ഇരുവരും കഴിയുന്നത്. ഇവിടെ നിന്ന് എങ്ങോട്ടിറങ്ങുമെന്നൊരു നിശ്ചയമില്ലാതെ നെടുവീർപ്പിടുകയാണ് ഇരുവരും. മാതാപിതാക്കൾക്ക് പ്രായമാകുമ്പോൾ മക്കളാണ് ചേർത്ത് പിടിക്കേണ്ടത്. എന്നാൽ മക്കൾ കാരണം പെരുവഴിയിലായിരിക്കുകയാണ് ഇവിടെ 2 വയോധികരായ ദമ്പതികൾ. നിയമത്തിന്റെ വഴിക്ക് പോയപ്പോൾ തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ടവർ. ക്യാമറാമാൻ ശ്രീജിത്ത് സി കല്ലുമുട്ടിക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. കോട്ടയം ആലപ്പുഴ ജലപാതയിൽ പോള നിറഞ്ഞതോടെ ജലഗതാഗതം പ്രതിസന്ധിയിൽ. കോടിമാത മുതൽ വെട്ടിക്കാട് വരെയും പള്ളം കായലിലുമാണ് പോള നിറഞ്ഞത്. പോള കോരി മാറ്റാൻ സ്ഥിരം സംവിധാനം ഒരുക്കണമെന്ന് ജലഗതാഗത വകുപ്പ് ആവശ്യപ്പെടുന്നു. ജലഗതാഗതത്തെ പൂർണ്ണമായും താറുമാറാക്കുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. യാത്ര തുടങ്ങുന്ന കോടിമത മുതൽ പോള നിറഞ്ഞു. കാഞ്ചനം വെട്ടുകാട് വരെയും പള്ളം കായലിലും പോളശല്യം രൂക്ഷമാണ്. പോള നിറഞ്ഞതോടെ ഏറെ സമയമെടുത്താണ് ബോട്ടുകൾ യാത്ര പൂർത്തിയാക്കുന്നത്. പങ്കായത്തിൽ പോള കുരുങ്ങി ബോട്ട് തകരാറിലാകുന്നതും പതിവാണ്. നമുക്കിപ്പോൾ ഈ കടകലും പോളയെല്ലാം കൂടി വരുന്നത് കാരണം നമുക്ക് പ്രൊപ്പറിൽ ചവറ് പിടിക്കുകയും അതുപോലെ പങ്കാ തട്ടി പങ്കായ്ക്ക് വളമുണ്ടാവുകയും ചെയ്യുന്നുണ്ട്. തണ്ണീർമുക്കം ബണ്ടിന്റെ ഷട്ടറുകൾ അടച്ചതോടെയാണ് പോളയും മറ്റു ജലസസ്യങ്ങളും വർദ്ധിച്ചത്. പോളശല്യം നീക്കാൻ സ്ഥിരം സംവിധാനം വേണമെന്നാണ് ജലഗതാഗത വകുപ്പ് അധികൃതർ പറയുന്നത്. പോള നീക്കാൻ അടിയന്തര നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ജലഗതാഗതത്തെ ആശ്രയിക്കുന്ന യാത്രക്കാരുടെ ദുരിതം ഇരട്ടിയാകും. സർവീസിന് നല്ലോണം ബാധിക്കുന്ന ഒരു സംഭവമാണ്. അത് കാരണം നമുക്ക് വളരെയധികം സമയമെടുക്കുകയും അതിൽ ചവറെല്ലാം എടുത്തതിന് ശേഷം നമുക്ക് പോകാനുള്ള സമയം കിട്ടാതെ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടാകുന്നുണ്ട്. ടൂറിസത്തെയും കർഷകരെയും പോളശല്യം ബാധിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കോട്ടയം. സാഹസികനായ ഒരു IAS ഉദ്യോഗസ്ഥൻ്റെ വാർത്തയാണ് ഇനി. ആഫ്രിക്കയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി കീഴടക്കി ഇടുക്കിയിൽ നിന്നുള്ള യുവ IAS ഓഫീസർ. പർവ്വതാരോഹണം വിനോദമാക്കിയ സംസ്ഥാന റവന്യൂ ജോയിന്റ് കമ്മീഷണറും ഇടുക്കി ഏലപ്പാറ സ്വദേശിയുമായ അർജുൻ പാണ്ഡ്യനാണ് കിളിമാൻജാരോവിലെ ഉഹുറു കൊടുമുടി കീഴടക്കിയത്. ഇതിനു മുമ്പ് 5760 മീറ്റർ ഉയരമുള്ള ഉത്തരാഖണ്ഡിലെ ദ്രൗപദി കാ ധണ്ട 2 ഈ IAS ഉദ്യോഗസ്ഥൻ കീഴടക്കിയിട്ടുണ്ട്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് കിളിമഞ്ചാരോ. ലോകത്തിലെ ഏറ്റവും ഉയർന്ന സ്വതന്ത്ര പർവ്വതം കൂടിയാണിത്. ഈ കൊടുമുടിയാണ് അർജുൻ പാണ്ഡ്യൻ കീഴടക്കിയത്. ആഫ്രിക്കയിലെ ടാൻസാനിയയിൽ സ്ഥിതി ചെയ്യുന്ന ഉഹുറു കൊടുമുടിയിലേക്ക് ഫെബ്രുവരി 19-നാണ് അർജുൻ പാണ്ഡ്യൻ യാത്ര ആരംഭിച്ചത്. 5 ദിവസത്തെ ട്രക്കിംഗ്.
കിളിമഞ്ചാരോ കൊടുമുടിയിലെത്താനുള്ള 6 റൂട്ടുകളിലൊന്നായ മച്ചാം റൂട്ടിലൂടെയായിരുന്നു യാത്ര. ഒടുവിൽ 5-ാം ദിവസം 5895 മീറ്റർ ഉയരമുള്ള ഉഹുറു കൊടുമുടിയിൽ എത്തി. കിളിമഞ്ചാരോ നാഷണൽ പാർക്കിനുള്ളിലാണ് ഈ കൊടുമുടി. We are at the top of Africa with my great friend from India, and finally we made it to the top of Africa. He's done a good job. I appreciate him, and I can assure you guys also you can make it. ഹിമാലയൻ പർവ്വതാരോഹണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള അടിസ്ഥാന പർവ്വതാരോഹണ കോഴ്സ്, ഡാർജിലിംഗ് ഉത്തരകാശിയിലെ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടനിയറിംഗിൽ നിന്നുള്ള അഡ്വാൻസ്ഡ് മൗണ്ടനിയറിംഗ് കോഴ്സ് എന്നിവ അർജുൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. തുടർച്ചയായി പർവ്വതാരോഹണം നടത്തുന്നയാളാണ് ഇടുക്കിയിലെ മലയോര മേഖലയായ ഏലപ്പാറ ബോണാമിയിൽ ജനിച്ചു വളർന്ന അർജുൻ പാണ്ഡ്യൻ. കഴിഞ്ഞ മെയ് മാസത്തിൽ സമുദ്രനിരപ്പിൽ നിന്നും 5760 മീറ്റർ ഉയരമുള്ള ഉത്തരാഖണ്ഡിലെ ദ്രൗപദി കാ ദണ്ഡ 2 അർജുൻ കീഴടക്കിയിരുന്നു. എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിലെത്തി ദേശീയ പതാക നാട്ടുകയെന്ന സ്വപ്നവുമായാണ് ഈ യുവ IAS ഓഫീസറുടെ ജൈത്രയാത്ര. ന്യൂസ് 18 ഇടുക്കി. വൈവിധ്യമാർന്ന രുചിക്കൂട്ടുകളും ഉൽപ്പന്നങ്ങളും പരിചയപ്പെടുത്തുകയാണ് കൃഷി വകുപ്പിന്റെ വൈഗ 2023. തിരുവനന്തപുരം പുത്തിരിക്കണ്ടം മൈതാനത്ത് ആരംഭിച്ച കാർഷിക പ്രദർശന മേളയിൽ ഏവരുടെയും ശ്രദ്ധാകേന്ദ്രം ആദിവാസി ഊരുകളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളാണ്. ആദിവാസി മേഖലയിലെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി മൂല്യം വർദ്ധിപ്പിക്കാൻ സർക്കാർ സഹായം തുടരുമെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ന്യൂസ് 18നോട് പറഞ്ഞു. മേള നാളെ സമാപിക്കും. നമ്മൾ കഴിക്കുന്ന ഓരോ ആഹാരത്തിലും കർഷകരുടെ അധ്വാനമുണ്ട്. ആ കർഷകർക്ക് ഇന്ന് സംസ്ഥാന സർക്കാർ ഒരു വേദി ഒരുക്കിയിരിക്കുകയാണ്. വൈഗ 2023. ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, കർഷകോൽപ്പന്നങ്ങളുടെ ശേഖരണവും വിതരണവും വർദ്ധിപ്പിച്ച് കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കാനുള്ള ഒരു വേദി. എന്താണ് ഈ വർഷത്തെ വൈഗയിൽ ഒരുക്കിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള കർഷകരുടെ വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾ വൈഗയിലുണ്ട്. കൂടാതെ കാശ്മീരിൽ നിന്നുള്ള കർഷകരുടെ ഉൽപ്പന്നങ്ങളും മേളയിലുണ്ട്. എന്നാൽ ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയത് ആതിരപ്പള്ളി ആദിവാസി ഊരുകളിൽ കൃഷി ചെയ്ത ഉൽപ്പന്നങ്ങളായിരുന്നു. മുതുവാൻ, മലയൻ, മണ്ണാൻ, കാടർ എന്നീ ആദിവാസി വിഭാഗങ്ങളിലുള്ളവർ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളാണ് ഇവിടെയുള്ളത്. പൂർണ്ണമായും വനത്തിൽ നിന്ന് ശേഖരിക്കുന്ന കുരുമുളക്, ഏലം, മഞ്ഞൾ, ശുദ്ധമായ കാപ്പിപ്പൊടി, മഞ്ഞക്കൂവപ്പൊടി, ചീവയ്ക്കാപ്പൊടി, മുളയരി എന്നിവയും ആതിരപ്പള്ളി എന്ന ബ്രാൻഡിൽ മേളയിൽ നിന്ന് വാങ്ങാം. കുന്തിരിക്കം പോലെ പുകയ്ക്കാൻ ഉപയോഗിക്കുന്ന 2 ഇനം തെള്ളിയും പ്രധാന ആകർഷണമാണ്. ആതിരപ്പള്ളി ട്രൈബൽ വാലി അഗ്രികൾച്ചറൽ പ്രോജക്ടിന് കീഴിലാണ് ഇവ സംസ്കരിച്ച് പാക്ക് ചെയ്തിരിക്കുന്നത്. ഈ പറയുന്ന ആദിവാസി ഊരുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം കാട്ടിനുള്ളിലാണ്. പുറം ലോകമായിട്ടൊരു ബന്ധവുമില്ല. നമ്മളൊരു 4 കിലോമീറ്റർ കാട്ടിക്കൂടെ നടന്നാലേ ഇവരുടെ ഊരുകളിൽ എത്തത്തുള്ളൂ. ഏകദേശം ഒരു 10-40 സ്ക്വയർ കിലോമീറ്റർ റേഡിയസിൽ ഫോറസ്റ്റ് മാത്രമാണ് ഇവരുടെ ചുറ്റുമുള്ളത്. ഈ എല്ലാ കൃഷിയിടവും ഈ ഊരിൽ മലയടിവാരങ്ങളിലാണ്. അപ്പം മഴക്കാലത്ത് മഴ പെയ്യുമ്പോൾ കാട്ടിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെ കൂടെയുള്ള ഹ്യൂമസ് ആണ് ഇവരുടെ പറമ്പിലെ വളം എന്ന് പറയുന്നത്. നാച്ചുറൽ ഫെർട്ടിഗേഷനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഊരുകളിൽ ഉണ്ടാക്കുന്ന കാപ്പിയും കുരുമുളകും അതുപോലെയുള്ള മറ്റ് കൊക്കോ, ഏലം പോലെയുള്ള ഉൽപ്പന്നങ്ങളെ നമ്മൾ സംഭരിച്ച് അതിനെ നമ്മൾ സംസ്കരിക്കാനായിട്ടുള്ള ഒരു പ്രോസസ്സിംഗ് യൂണിറ്റ് ആതിരപ്പള്ളിയിൽ കൃഷി വകുപ്പ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ആത്യന്തികമായ ഉദ്ദേശലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മേഖലയിലെ ആദിവാസി കർഷകർക്ക് മെച്ചപ്പെട്ട വരുമാനം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. കാരണം ഇതിനുവേണ്ടി നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരു ഫാർമേഴ്സ് പ്രൊഡ്യൂസ് ആതിരപ്പള്ളി ട്രൈബൽ വാലി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി എന്നൊരു പ്രൊഡ്യൂസർ കമ്പനി ഉണ്ടാക്കി. അത് ട്രൈബൽസ് മാത്രം അംഗങ്ങളായിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ കമ്പനിയാണ്. ആ കമ്പനി വഴിയാണ് ഈ ഉൽപ്പന്നങ്ങളെല്ലാം വിപണിയിലേക്ക് എത്തിക്കുന്നത്. ഇതിന് കിട്ടുന്ന ലാഭം മുഴുവൻ തിരിച്ച് അവർക്ക് പോകുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. മേളയ്ക്കെത്തിയ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറും ആദിവാസി ഉൽപ്പന്നങ്ങളെക്കുറിച്ച് കേട്ടറിഞ്ഞു. കൂടാതെ കാപ്പിപ്പൊടിയും വാങ്ങി. ആദിവാസി ഊരുകളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ കൂടുതൽ വിപണിയിലേക്ക് എത്തിക്കാനുള്ള സഹായം സർക്കാർ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. വിഷമില്ലാത്തൊരു ഉൽപ്പന്നമായത്
പ്രത്യേകിച്ച് ട്രൈബൽ ഏരിയയിൽ വനത്തിനകത്തുനിന്ന് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന സാധനമാണ്. എന്തുകൊണ്ടും നമുക്ക് പോഷകം അതുപോലെ തന്നെ ഔഷധം ഗുണം ലഭിക്കുന്ന ഒന്നാണ് ഇത് എന്നുള്ളതുകൊണ്ടാണ് ഞാനിവിടെ എത്തിയത്. ഒരു സെമിനാറിൽ പങ്കെടുക്കാനായിട്ട് വന്നപ്പോഴാണ് ഇങ്ങനെ ഇത് കാണുന്നത് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആതിരപ്പള്ളിയിലെ ഈ ഉൽപ്പന്നം ഏറ്റവും ഗുണകരമാണ്, ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമാണ്. ഇതെല്ലാവരും വാങ്ങിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ടാണ് ഞാനും ഇത് വാങ്ങിയിരിക്കുന്നത്. ആതിരപ്പള്ളി മാത്രമല്ല, ഒരുപാട് ആദിവാസി മേഖലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവർക്കിത് മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്നില്ല, അതുകൊണ്ട് പലരും അറിയുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമപ്രദേശങ്ങൾ പലവിധ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, അതും മാർക്കറ്റ് ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരം ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ കഴിയത്തക്ക നിലയിൽ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ കൃഷി വകുപ്പ് അത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് കേരളത്തിലൊട്ടാകെ വ്യാപകമായി നടപ്പാക്കാൻ പോവുകയാണ്. ആതിരപ്പള്ളി മാത്രമല്ല, അട്ടപ്പാടി വനമേഖലയിലെ ആദിവാസികളുടെ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും മേളയിലുണ്ട്. വൈഗയിലെ ഓരോ സ്റ്റോളും വൈവിധ്യത്താൽ സമ്പന്നമാണ്. ആദിവാസി ഊരുകളുടെ ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, വ്യത്യസ്തവും ഗുണമേന്മയുമുള്ളതുമായ 200-ലധികം സ്റ്റോളുകളും വൈഗയിലുണ്ട്. മാർച്ച് 2-ന് ഇത് അവസാനിക്കും മുമ്പേ വൈഗയിലെ വൈവിധ്യം നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. ക്യാമറമാൻ സി വിനോദിനൊപ്പം നന്ദകുമാർ, ന്യൂസ് 18 തിരുവനന്തപുരം. ഇതോടെ ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. പക്ഷേ അല്പസമയത്തിനകം വാർത്തയിൽ ഇന്ന് കാണാം.